വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞുവന്ന റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. ഏരൂർ പച്ചിയിൽ വീട്ടിൽ 68 വയസ്സുള്ള ജോർജ് കുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 7:15 ഏരൂർ ആലുമൂട്ടിൽ വാതുക്കലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും മരുന്ന് വാങ്ങിയ ശേഷം സ്കൂട്ടറുമായി റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ അഞ്ചൽ ഭാഗത്തു നിന്നും അതുവഴി എത്തിയ ബൈക്കിടിച്ച് ജോർജ് കുട്ടിക്ക് പരിക്കേറ്റിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് മുറിവേറ്റ് രക്തം വാർന്ന നിലയിൽ ജോർജ് കുട്ടിയും ബൈക്ക് യാത്രികനും ഏറെ നേരം റോഡിൽ കിടക്കുകയുണ്ടായി. അപകടത്തെ തുടർന്ന് മെഡിക്കൽ സ്റ്റോർ ഉടമ വിളിച്ചു വരുത്തിയ ആംബുലൻസിന്റെ ഡോർ തുറക്കാൻ കഴിയാതെ വന്നതോടെ മെഡിക്കൽ സ്റ്റോർ ഉടമ ജോർജ് കുട്ടിയുടെ വീട്ടിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് മരുമകൻ കാറുമായി എത്തിയാണ് പരിക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു 7 മണിയോട് കൂടിയാ നമ്മുടെ ജോർജ് അച്ചായനാണെങ്കിൽ ഇവിടെ മെഡിസിൻ വാങ്ങിക്കാൻ വന്നായിരുന്നു. അച്ചായൻ ഒരു മെഡിസിൻ വാങ്ങിച്ചൊരു 10 മിനിറ്റോളം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെ നിന്നിട്ടാണ് ഇറങ്ങിയത്. അന്ന് നല്ല മഴയും ഉണ്ടായിരുന്നു. പുറത്താണെങ്കിൽ വെട്ടവും ഇല്ല, നല്ല ഇരുട്ട് മൂടി കിടക്കുമായിരുന്നു. ആ പുറത്ത് റോഡിലെ 2 പോസ്റ്റിൽ ലൈറ്റും ഇല്ലായിരുന്നു. അങ്ങനെ അച്ചായൻ അങ്ങോട്ട് ഇറങ്ങി ഉടനെ തന്നെ ഒരു സൗണ്ട് കേട്ടോണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അച്ചായൻ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നതാണ് കണ്ടത്. പിന്നെ വേറെ കൂടെ ഇടിച്ച പയ്യനെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ അടിയിൽ കിടക്കുമായിരുന്നു. അത് അവിടെ കിടന്ന് നിലവിളിക്കുമായിരുന്നു. അച്ചായൻ അന്നേരെ ബോധം പോവുകയും ചെയ്ത് നെറ്റിയിലും തലയിലും മൊത്തം അങ്ങ് ബ്ലഡ് കിടക്കുമായിരുന്നു. ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ ഹോട്ടലിലെ പയ്യനെ വിളിച്ച്, വേറെ ആരും ഈ റോഡിൽ കണ്ടില്ലായിരുന്നു. അങ്ങനെ ആ പയ്യൻ ഓടിച്ചെന്ന് പക്ഷെ എടുത്തിട്ടും ബോധമില്ല അച്ചായന്. അപ്പോഴത്തേക്ക് ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി ഒരു 1/4 മണിക്കൂർ എടുത്ത് അച്ചായനെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തന്നെ. ഈ അബോധാവസ്ഥയിൽ കിടന്ന് ഈ ഹെഡ് ഇഞ്ചുറി ആയിട്ട് കിടക്കുന്ന അച്ചായനെ കണ്ടിട്ട് പോലും ഇവിടെയുള്ള നാട്ടുകാരും എടുത്തില്ല. എല്ലാവരും പോലീസ് വരട്ട്, ആംബുലൻസ് വരട്ടെന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്ന് നോക്കി. ഈ പ്രദേശത്തുള്ള ആണുങ്ങൾ മൊത്തം നോക്കി നിന്നതേ ഉള്ളൂ, ആരും എടുക്കാൻ പോയില്ല. എന്നിട്ട് പിന്നെ ആംബുലൻസ് വന്ന് വെച്ച് ലേറ്റായ. ആംബുലൻസ് വന്നപ്പോഴും അതിന്റെ ഡോറും തുറക്കാൻ വയ്യ. പിന്നെ അച്ചായൻ്റെ മരുമോൻ അന്നേരം എന്നെ വിളിച്ചായിരുന്നു, മെഡിസിൻ വാങ്ങിച്ചിട്ട് പപ്പ പോയോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ അന്നേരം മരുമോൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി ഇവിടെ കിടക്കുക, പെട്ടെന്നൊരു വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ മരുമോൻ കാറ് കൊണ്ടുവന്നതിന് ശേഷമാണ് അച്ചായനെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. തലയിലേറ്റ മുറിവ് ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി ജോർജ് കുട്ടിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അവിടെ ചികിത്സയിൽ കഴിഞ്ഞവരവെ തിങ്കളാഴ്ച പുലർച്ചെ 4 മണിയോടെ മരിച്ചു. തുടർന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വ്യാഴാഴ്ച രാവിലെ ഏരൂരിലെ വീട്ടിലെത്തിക്കുകയുണ്ടായി. ഉച്ചയ്ക്ക് 12 മണിയോടെ ഔദ്യോഗിക ബഹുമതികളോടെ ഏരൂർ ടൗൺ IPC സെമിത്തേരിയിൽ സംസ്കരിച്ചു. ഭാര്യ ജോയ്സ് ജോർജ്, മക്കൾ ജിജോ പി ജോർജ്, ജിജി പി ജോർജ്, മരുമക്കൾ ജിഷ, അനിൽ. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ ഏരൂർ. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തതയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം. കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം 3D പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു. കൺസ്ട്രക്ഷൻ, ഇന്റീരിയർ ഡിസൈൻ, റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്. Bima Building Contractors, Anjal, Agastikoda. Contact 94472 44659 89218 37847.